ഞാൻ എസ്.ബി ടൂറിനൊപ്പം ആദ്യമായിട്ടാണ് ഒരു ടൂറിന് പോകുന്നത്. വൺ ഡേ ടൂറായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ. ഏറ്റവും ലാസ്റ്റ് എത്തിയത് നമ്മൾ മാടായിപ്പാറയിലാണ്. ഇപ്പോൾ നമ്മൾ മാടായിപ്പാറയിൽ ബസ് ഇറങ്ങിയിരിക്കുകയാണ്. ആദ്യം കണ്ടപ്പോൾ ഇവിടെ എന്തിനാണ് ഇത്രയധികം വണ്ടികൾ നിർത്തിയിട്ടിരിക്കുന്നത്, ഇവിടെ എന്താണ് ഇത്രമാത്രം കാണാമെന്നാണ് മനസ്സിൽ തോന്നിയത്. പക്ഷേ പിന്നെ ഒപ്പമുള്ളവരൊപ്പം നടക്കാൻ തുടങ്ങി. കുറേ വർത്തമാനം പറഞ്ഞ് വെറുതെ ഇങ്ങനെ നടക്കുന്ന സമയത്താണ് നമ്മൾക്ക് ആ ഒരു പ്രകൃതി ഭംഗിയും ആ ഒരു എന്താ പറയുക, നമ്മൾക്കുണ്ടാകുന്ന കുറേ സൗഹൃദങ്ങളില്ലേ കൂട്ടത്തിൽ, ആ ഒരു വല്ലാത്തൊരു ഫീലിലേക്ക് നമ്മളെത്തുന്നത്. പിന്നെ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി ഞാൻ അവിടെയുള്ള പാറയിൽ ഉണ്ടാവുന്ന വ്യത്യസ്തമായിട്ടുള്ള ചെടികൾ. എത്ര മനോഹരമാണെന്നറിയോ. വ്യത്യസ്തമായിട്ടുള്ള ചെടികളുണ്ടായിരുന്നു. പാറേൻ്റെ മുകളിലാണ് ഇത്രയും വ്യത്യസ്തമായിട്ടുള്ള ചെടികളും വ്യത്യസ്തമായിട്ടുള്ള ഒരു അന്തരീക്ഷം. എന്ന് വെച്ചാൽ മരങ്ങളെല്ലാം കണ്ടില്ലേ. ഇതെൻ്റെ കൂടെയുള്ള എൻ്റെ ഫ്രണ്ടിനെ പോലെയാണ്. എൻ്റെ ആപ്പൻ്റെ ഭാര്യയാണ് അൽഷാൻറ്റി. ഒരു നല്ല കമ്പനി ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സൂര്യാസ്തമയം, അത് ആസ്വദിക്കുക. ഇങ്ങനെയൊരു എന്താ പറയുക, കടലിൻ്റെ സ്ഥലത്തൊക്കെയാണ് നമ്മളത് കൂടുതൽ എൻജോയ് ചെയ്തിട്ടുണ്ടാകുക അല്ലേ. പക്ഷേ ഇങ്ങനെയൊരു സ്ഥലത്ത്, ഒരു വിശാലമായ ഇങ്ങനെയുള്ള ഒരു വലിയൊരു പാറ, അതിൻ്റെ ഒരു അന്തരീക്ഷം, അതൊരു വ്യത്യസ്തമായിരുന്നു കേട്ടോ എന്നെ സംബന്ധിച്ചിടത്തോളം. ആദ്യം എനിക്ക് ഈ യാത്രയിൽ മാടായിപ്പാറയിൽ വലിയ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, പോകെ പോകെ നമ്മളത് ഭയങ്കരമായിട്ട് അതുമായിട്ടൊരു അറ്റാച്ച്മെൻറ്റ് വരും. കണ്ടില്ലേ എന്ത് രസമാണെന്നറിയോ. ഒരുപാട് ആൾക്കാർ വാഹനങ്ങളിൽ ഇവിടെ എത്തുന്നുണ്ട്, ഫ്രണ്ട്സിനോടൊപ്പം അതുപോലെ ഫാമിലിയോടൊപ്പം. അവർ ഇവിടെ കുറേ എന്താ പറയുക, പിന്നെ പിറന്നാൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ, അത് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഫാമിലി പ്രത്യേകമായിട്ട് വന്നിട്ട് കുറേ സ്ഥലങ്ങളിൽ അങ്ങനെ ഇരുന്ന് അവരുടെ ആ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഇവിടെയൊക്കെ കണ്ടില്ലേ വ്യത്യസ്തമായിട്ടുള്ള കുറേ ചെടികൾ. പാറപ്പുറത്ത് തന്നെയാണ് വ്യത്യസ്തമായിട്ടുള്ള ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കണ്ടില്ലേ. ഇതൊക്കെ അപൂർവങ്ങളിൽ അപൂർവമായിട്ട് മാത്രം കാണുന്ന ഒരവസരമാണ്. ഞാൻ ആദ്യമായിട്ടാണ് എസ്.ബി ടൂറിനൊപ്പം ഒരു യാത്ര ആസ്വദിക്കുന്നത്. ഈ ചെടിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ളത്. അത് പാറേൻ്റെ നടുവിൽ അങ്ങനെ എന്താ പറയുക, ഒരത്ഭുതം പോലെ എന്ന് പറയാം. കണ്ടില്ലേ അവിടെ എവിടെയായിട്ടിങ്ങനെ വെള്ള നിറത്തിൽ, ആ ഒരു ഭയങ്കര രസമാണ് കേട്ടോ. മാടായിപ്പാറയിൽ പോകാൻ പറ്റുന്നവരൊക്കെ എന്താ പറയുക പോവുക. അവിടെ പ്രത്യേകിച്ച് ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ലാണ്ട് പ്രകൃതി നമ്മൾക്ക് ഒരുക്കിയ മനോഹരമായ ഒരിടം. കുറേ എന്താ പറയുക, കുറേ ചെടികൾ വ്യത്യസ്തമായിട്ടുള്ള, എനിക്ക് ശരിക്കും പറഞ്ഞ ഒരു അത്ഭുതം തന്നെയായിരുന്നു കേട്ടോ. ഇതാണ് ഏറ്റവും മനോഹരമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്ത് രസമാണ് കാണാൻ. ഇവിടെ ഒരു മഞ്ഞ ചെടിയുണ്ട്, വളരെ കുഞ്ഞു ചെടി. കുറച്ച് മുന്നേ ആയിരുന്നെങ്കിൽ, അതായത് ഒരു 2 മാസം മുന്നേ ഒക്കെ ആയിരുന്നെങ്കിൽ ഇവിടെ പ്രത്യേകമായിട്ടുള്ള ഒരു ചെടി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അൽഷാൻറ്റി ഫോട്ടോ എടുക്കുകയാണ് കൂടെ വന്നവരുടെയൊക്കെ. അവർ എന്നെ പോലെ തന്നെ ഒരു എൻജോയ് ചെയ്യുന്ന കൂട്ടത്തിലാണ് കേട്ടോ. ഇവരൊക്കെ ഇതാ കണ്ടില്ലേ എത്രയാ ആൾക്കാർ. നമ്മളെ കൂട്ടത്തിലുള്ളവർ മാത്രമൊന്നുമല്ല കേട്ടോ, വേറെ ഏതെല്ലോ നാട്ടിൽ നിന്ന് വന്ന നമ്മളെപ്പോലെ ചിലപ്പോൾ ആദ്യമായിട്ട് വരുന്നവരുണ്ടാവാം. നല്ല രസമാണ്.